വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ് ന്യൂസ്. നമ്മൾ ഇന്ന് എന്ത് ഡിസ്കസ് ചെയ്യാനാണ് വന്നത്? നമ്മുടെ ലൈവിന്റെ ഒക്കെ താഴെ കുട്ടികൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് ക്രിസ്മസ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഏതൊക്കെയാണെന്ന്. അപ്പൊ നമ്മൾ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാൻ വന്നിട്ടില്ലേ? ഇല്ല, അപ്പൊ നമ്മള് ബയോളജിയുടെ ഫുൾ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, ഓക്കെ, ഷോർട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ മൊത്തം പറയും അല്ലെ? വീഡിയോ പോയാലോ? ഫസ്റ്റ് നമ്മള് സുവോളജി, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഓക്കെ, ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ മിസ്സായി നോക്കിയ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഇതൊരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. ഇതിന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറ്. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കവർ ചെയ്യണം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കവർ ചെയ്യണം. പിന്നെ എല്ലാവർക്കും അറിയാലോ സ്പെർമാറ്റോജെനസിസ് ആൻഡ് oogenesis, ഭയങ്കര ഹോട്ട് ടോപ്പിക്, ഭയങ്കര ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. എന്ത് നമ്മളുടെ സ്പെർമാറ്റോജെനസിസും oogenesis. പിന്നെ ഫേസ് ഓഫ് മെൻ സൈക്കിൾ എന്താ ഭയങ്കര ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. സെക്സ് ഡിറ്റർമിനേഷൻ, ഇത് നമ്മൾ എവിടെയും കൂടി പഠിക്കും മിസ്സേ. സെക്സ് ഡിറ്റർമിനേഷൻ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ് എന്ന ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് സെക്സ് ഡിറ്റർമിനേഷൻ. അത് നമ്മൾ ഹ്യൂമൻസിനെ പഠിക്കും. ഇവിടെ നമ്മൾ ഹ്യൂമൻസിനെ പഠിക്കും, അവിടെ ഹ്യൂമൻസിനെ പഠിക്കുന്നുണ്ട്, ഡ്രോസോഫൈൽ പഠിക്കുന്നുണ്ട്, ഗ്രാസ് ഹോപ്പറിനെ പഠിക്കുന്നുണ്ട്, ബേർഡ്സിനെ പഠിക്കുന്നുണ്ട്, ഹണിബിനെ പഠിക്കുന്നുണ്ട്. അത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്. നമ്മൾ ഇനി അത് കഴിഞ്ഞ് നേരെ ഇംപ്ലാന്റേഷൻ, ബ്ലാസ്റ്റോസിസ്. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ബ്ലാസ്റ്റോസിസിന്റെ സ്ട്രക്ചർ എല്ലാ എക്സാമിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ബ്ലാസ്റ്റോസിസ്. അത് കഴിഞ്ഞിട്ട് അവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്ലസന്റ. പ്ലസന്റയുടെ ഫംഗ്ഷൻ ചോദിക്കും, പ്ലസന്റ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ചോദിക്കാറുണ്ട് എല്ലാ എക്സാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളുടെ അടുത്ത ടോപ്പിക് ആണ് എംബ്രിയോണിക് ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് വേരിയസ് മന്ത്സ് ഓഫ് പ്രഗ്നൻസി. വേരിയസ് മന്ത്സ് ഓഫ് പ്രഗ്നൻസി ഇതും അങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഏരിയ ആണ് കൊളസ്ട്രോം. കൊളസ്ട്രോം എപ്പോഴും ക്വസ്റ്റ്യൻ കൊളസ്ട്രോം ഇവിടുന്ന് ചോദിക്കാം, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസും ചോദിക്കാം. പിന്നെ നമ്മൾ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് ഇടയ്ക്ക് ഇങ്ങനെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻസ് തരുന്ന ഏരിയ. ഓക്കെ, ഇതാണ് നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. നമുക്ക് ഇനി അടുത്ത നോക്കാം റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. നെക്സ്റ്റ് ചാപ്റ്ററിൽ ആകെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ഇതൊരു ചെറിയ ചാപ്റ്റർ ആണ്, പക്ഷെ എന്ത് പഠിച്ചാലും ചോദിക്കും. അതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത. എന്ത് പഠിച്ചാലും എന്ത് ചോദിക്കും. അപ്പൊ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ നമ്മൾ ആദ്യം ഒബ്ജക്റ്റീവ്സ് ഓഫ് RCH മെത്തേഡ്, RCH പ്രോഗ്രാമിന്റെ എന്ത് ഒബ്ജക്റ്റീവ്സ് ചോദിക്കാറുണ്ട്. RCHന്റെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട്. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്, ഡിഫറെന്റ് മെത്തേഡ്സ് ചോദിക്കാറുണ്ട്. അതിൽ തന്നെ IUD ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇൻട്രായൂട്ടറൈൻ ഡിവൈസസ് ഭയങ്കര ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ് ഇൻട്രായൂട്ടറൈൻ ഡിവൈസ്. ഓക്കെ, നെക്സ്റ്റ് MTP ആംനിയോസെന്റസിസ്, ഇതും ചോദിക്കാറുണ്ട്. ആംനിയോസെന്റസിന്റെ യൂസ് ചോദിക്കാറുണ്ട്. ആംനിയോസെന്റസിന്റെ മിസ്യൂസ് ചോദിക്കാറുണ്ട്. ഓക്കെ, മിസ്യൂസ് ചോദിക്കാറുണ്ട്. പിന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് STD, സെക്ഷലി ട്രാൻസ്മിറ്റ് ഡിസീസ് ചോദിക്കാറുണ്ട്. പിന്നെ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി ചോദിക്കാറുണ്ട്. അത് നമ്മൾ ഗിഫ്റ്റ് IVF അങ്ങനെ കുറെ അബ്രിവിയേഷൻസിന്റെ എക്സ്പാൻഡ് ഫോം പറയാറുണ്ട്. അതും എക്സാമിന് എന്തായാലും ചോദിക്കാറുണ്ട്. അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമ്മളുടെ കയ്യിൽ ഭദ്രമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഭയങ്കര നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ നെക്സ്റ്റ് നമ്മളുടെ ഫസ്റ്റ് കിങ് ജെനറ്റിക്സ് ഫസ്റ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. എല്ലാവർക്കും അറിയാം, മോണോഹൈബ്രിഡ് ക്രോസ് എടുത്ത് പഠിക്കണം. എപ്പോഴും ചോദിക്കാറുണ്ട്. ടെക്സ്റ്റിലും കുറെ എക്സാമ്പിൾസ് ഒക്കെ. ഡീവിയേഷൻ ഓഫ് മെന്റലിസം, നമ്മളുടെ ഈ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോ ഡോമിനൻസ്, മൾട്ടിപ്പിൾ അലീലിസം, അതൊക്കെ പറയും. അതും എക്സാമിന് ചോദിക്കാറുണ്ട്. ഷോർട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ അല്ലേ? ഇപ്പൊ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്തായിരുന്നു ചോദിക്കാറുണ്ട്. നമ്മളുടെ TH മോർഗൻ അതോ അല്ലെങ്കിൽ സട്ടൻ ബോവറി ഇവരുടെ ക്രോമസോമൽ തിയറി എന്തെങ്കിലും ചോദിക്കാറുണ്ട്. പിന്നെ ഈ ക്രോമസോമൽ തിയറി എക്സ്പെരിമെന്റിൽ പ്രൂവ് ചെയ്യുന്നത് ഡ്രോസോഫൈൽ യൂസ് ചെയ്തിട്ടാണ്. ഈ ഡ്രോസോഫൈൽ എന്തുകൊണ്ട് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിന് എക്സ്പെരിമെന്റൽ പ്രൂഫിന് വേണ്ടി യൂസ് ചെയ്തതിന്റെ അതിന്റെ ഒരു അഡ്വാൻസ് എന്തുകൊണ്ട് യൂസ് ചെയ്തു അതും ചോദിക്കാറുണ്ട് എക്സാമിന്. ഓക്കെ അല്ലെ? പിന്നെയാണ് ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ. ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ പിന്നെ ഭയങ്കര ഹോട്ട് ടോപ്പിക് ആണത് ക്രോമസോമൽ ഡിസീസ്. നമ്മുടെ ഡൗൺ സിൻഡ്രോം, ടേണർ സിൻഡ്രോം, ക്ലിൻഫെൽട്ടർ സിൻഡ്രോം എല്ലാം എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഏരിയ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കിങ്. നമ്മളുടെ നെക്സ്റ്റ് കിങ് നോക്കാം. അപ്പൊ മിസ് ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് ചാപ്റ്റർ, നെക്സ്റ്റ് കിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഉണ്ട് ന്യൂക്ലിയോസോമിന്റെ മോഡൽ ചോദിക്കാറ്. എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് ന്യൂക്ലിയോസോമിന്റെ മോഡൽ. സെർച്ച് ഫോർ ജെനറ്റിക് മെറ്റീരിയൽ. ഇതിലെ 3 എക്സ്പെരിമെന്റും ചോദിക്കാറുണ്ട്. നമ്മളുടെ ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റ്, ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ, പിന്നെ ഹാഷി ചേസ് എക്സ്പെരിമെന്റ് ചോദിക്കാറുണ്ട്. വൈ DNA is genetic material. ഓക്കെ, ഇതിന്റെ താഴെ തന്നെ വരുന്ന ടോപ്പിക് ആണ് വൈ DNA is genetic material. പിന്നെ നമ്മളുടെ സെൻട്രൽ ഡോഗ്മയ്ക്ക് നേരെ റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ, ക്യാപ്പിംഗ്, ടൈലിംഗ്, സ്പ്ലൈസിംഗ്, ഇതൊക്കെ നമ്മൾ പണ്ട് നല്ല ഇപ്പോഴും ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഇതിന്റെ ബാക്കിയുണ്ട് സാലിൻ ഫീച്ചേഴ്സ് ഓഫ് ജെനറ്റിക് കോഡ് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ. ജെനറ്റിക് കോഡിന്റെ സാലിൻ ഫീച്ചേഴ്സ് ചോദിക്കാറുണ്ട്. ട്രാൻസ്ലേഷൻ അങ്ങനെ വല്ലാണ്ട് നമ്മള് കണ്ടിട്ടില്ല, എന്നാലും ചോദിക്കാറുണ്ട്. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ട്രാൻസ്ലേഷൻ.
ലാക്കോപ്രോൺ ഈസ് വെരി 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 ഇമ്പോർട്ടന്റ്. നമ്മളൊരു 1000 സ്റ്റാർ ഒക്കെ വേണം കേട്ടോ അല്ലെ. എല്ലാ വെറുതെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ ലാക്കോപ്രോൺ നിങ്ങൾ എല്ലാ ഇയറും നോക്കി ലാക്കോപ്രോൺ മാത്രം ചെറിയ 2 ബോക്സ് ഒക്കെ വരച്ച് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വെറുതെ കിടക്കുന്ന കാണാൻ പറ്റും. ഓക്കെ, പിന്നാണ് ഹ്യൂമൻ ജീനോം പ്രോജക്ട്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിനെ പറ്റിയത് ഒരു 3 ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ഗോൾസ് ഓഫ് HGP, 2 സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് HGG. പിന്നെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് നമ്മൾ മെഗാ പ്രോജക്ട് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് HGP നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റും, നമുക്ക് അത് എക്സ്പെക്ട് ചെയ്യാം. പിന്നെയാണ് സ്റ്റെപ്സ് ഓഫ് DNA ഫിംഗർ പ്രിന്റിംഗ്. ഇതിന്റെ ആപ്ലിക്കേഷൻസ് ചോദിക്കാറുണ്ട്. ആപ്ലിക്കേഷൻസ് നമ്മൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ അതൊരു വലിയ ചാപ്റ്റർ ആയിട്ട് തോന്നും, പക്ഷെ സിമ്പിൾ ചാപ്റ്റർ ആണ്, കുറച്ച് കണ്ടന്റ് കുറച്ച് കൂടുതലാണെന്നുള്ളത് മാത്രം. ആ ഒരു പ്രശ്നം മാത്രമേ ഈ ചാപ്റ്ററിനുള്ളൂ. പക്ഷെ എങ്ങനെ പഠിച്ചാലും നമുക്കൊരു 12-13 മാർക്ക് എന്തായാലും മോർ ദാൻ 10 മാർക്കിന് ഈ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ വരും. അത്രയും ഉറപ്പാണ് ഈ ചാപ്റ്റർ കേട്ടോ. അത്രയും സിമ്പിൾ ആണ് ഈ ചാപ്റ്റർ. സിമ്പിൾ മീൻസ് കണ്ടന്റ് കൂടുതലാണെന്നുള്ളൂ, കണ്ടന്റ് കുറച്ച് പഠിക്കാനുണ്ട്. മാർക്ക് കിട്ടും 12-13 എന്ന് പറയുമ്പോൾ എത്ര പെർസെന്റേജ് ആയി? 30ന്റെ കുറെ ഒരു എത്ര പെർസെന്റേജ് ആണ്. ഓക്കെ ഫൈൻ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ എവല്യൂഷൻ. സിമ്പിൾ ചാപ്റ്റർ ആണ്. ഇതിൽ കുറെ ടോപ്പിക് നമുക്ക് ഉണ്ട്, പക്ഷെ എക്സാമിന് റിപ്പീറ്റഡ്ലി ആസ്ക് ചെയ്യുന്ന ടോപ്പിക് ഈ 4 ടോപ്പിക്. ഒന്ന് ഹോമോലോഗസും അനലോഗസും പ്രിന്റ് ചെയ്യാണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അല്ല, ഹോമോലോഗസും അനലോഗസും ചോദിക്കാണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും പ്രിന്റ് ചെയ്യാറില്ല. ഓക്കെ, അങ്ങനെ ഒരു ഉറപ്പുള്ള ക്വസ്റ്റ്യൻ ആണ് ഹോമോലോഗസ് അനലോഗസ്. ഓക്കെ, ദെൻ adaptive radiation. Okay, adaptive radiation. Then Hardy-Weinberg principle, human evolution. Human evolution, Hardy-Weinberg is very ഇത് നമ്മുടെ ഈ ചാപ്റ്റർ ഇമ്പോർട്ടന്റ് അല്ല. ഈ ചാപ്റ്റർ ഈ zoology മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് Hardy-Weinberg principle. ഓക്കെ, നെക്സ്റ്റ് ആണ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യം ഡിസീസ്, പാത്തജൻ, സിംറ്റംസ്. നമുക്ക് ഒരു 11 ഡിസീസോളം പഠിക്കാനുണ്ട്. അതിന്റെ പാത്തജൻ എന്താ, സിംറ്റംസ് എന്താ ആദ്യം പറയും. പിന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ദെൻ ആന്റിബോഡി, ടൈപ്സ് ഓഫ് ആന്റിബോഡി ചോദിക്കാറുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ അക്വേർഡ് ആൻഡ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, ആക്റ്റീവ് ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി ഡിഫറൻസ് ഒക്കെ പ്രീവിയസ്ലി എല്ലാവരും പഠിക്കുന്ന ടോപ്പിക് ആണ്, എല്ലാവർക്കും അറിയുന്ന ടോപ്പിക് ആണ്. അലർജി കഴിഞ്ഞ കൊല്ലം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ലിംഫോയിഡ് ഓർഗൻസ്, ലിംഫോയിഡ് ഓർഗൻസും ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ആണ് എയ്ഡ്സ് ഒരു 1000 സ്റ്റാർ ടോപ്പിക് ആണ്. എപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക് ആണ് എയ്ഡ്സ്. ക്യാൻസറും ഒരു 1000 സ്റ്റാർ ടോപ്പിക് ആണ്. ചോദിക്കുന്ന എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നാച്ചുറൽ ഡ്രഗ്സ് ചോദിക്കാറുണ്ട്, റിപ്പീറ്റഡ്ലി ആസ്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. പ്രിവെൻഷൻ കൺട്രോൾ ഓഫ് ഡ്രഗ്സ് 1000 സ്റ്റാർ ടോപ്പിക് ആണ്. അതും ചോദിക്കാറ്, എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പ്രിവെൻഷൻ കൺട്രോൾ ഓഫ് ഡ്രഗ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്മളുടെ ചാപ്റ്റർ മൈക്രോബ്സ്. മൈക്രോബ്സിന്റെ ഹൗസ് ഹോൾഡ് പ്രൊഡക്ട്സിൽ നമ്മൾ സക്കാരോമൈസസ്, സർവീസ് അങ്ങനെ കുറെ ഓർഗാനിക്സ് പേര് പഠിക്കുന്നുണ്ട്, അത് ചോദിക്കാറുണ്ട്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിൽ ബയോആക്റ്റീവ് മോളിക്യൂൾ, കെമിക്കൽസ്, ബിവറേജ്, ഇതൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ നമ്മൾ STP, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്. സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ മെയിൻ ആയിട്ട് അവർ ചോദിക്കുന്ന ഫ്ലോക്സ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ഫ്ലോക്സിന്റെ ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയ പേര് ചോദിക്കാം, അത് ബോട്ടണിയിലും പറയുന്നുണ്ടല്ലോ ബയോഗ്യാസ്. മൈക്രോബ്സ് ഇൻ അഗ്രികൾച്ചറൽ ഫീൽഡിൽ നമ്മൾ എങ്ങനെയാണ് മൈക്രോബ്സിനെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളൊരു ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറ്. ഇതാണ് നമ്മളുടെ എന്ത് സുവോളജി. നെക്സ്റ്റ് ബോട്ടണി. അപ്പൊ മിസ് അങ്ങ് തുടങ്ങിക്കോ. +2 ബോട്ടണി. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഭയങ്കര ക്രൗഡഡ് അല്ലേ? കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കപ്പോ അതായത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള വെയിറ്റേജ് കൂടുതൽ വരുന്ന ചാപ്റ്റർ ആണ് ഈ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ. PYQs എപ്പം നോക്കി കഴിഞ്ഞാൽ ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത്. അപ്പൊ അതില് സ്ട്രക്ചർ ഓഫ് ആന്തർ ആൻഡ് മൈക്രോസ്പോറോജെനസിസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. സ്ട്രക്ചർ ഓഫ് ആന്തർ എല്ലാ പ്രാവശ്യം ഉണ്ടാവും. മീൻസ് ആ സമയം പിന്നെ ഡെവലപ്മെന്റ് ഓഫ് മെയിൽ ഗാമിറ്റോഫൈറ്റ് അത്ര ഇമ്പോർട്ടന്റ് അല്ല. മീൻസ് അതിന് കൂടുതൽ സ്ട്രക്ചർ ഓഫ് ആന്തറും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ്, ഈ ഒരു ഇംബ്രിയോസാക്ക്, 8 ന്യൂക്ലിയേറ്റഡ്, ആ സംഭവങ്ങളൊക്കെ വീണ്ടും പഠിച്ചു വെക്കുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വെരി വെരി ഇമ്പോർട്ടന്റ് ഇതേപോലെ 1000 സ്റ്റാർ ഞാൻ കടമെടുത്തത് ഡബിൾ ഫെർട്ടിലൈസേഷനും അതുപോലെ തന്നെ ട്രിപ്പിൾ ഫ്യൂഷനും റിപ്പീറ്റഡ് ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാറുണ്ട്. എന്താണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ അതുപോലെ തന്നെ ട്രിപ്പിൾ ഫ്യൂഷൻ. അത് 2 മാർക്കിനും 3 മാർക്കിനും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. യെസ്. പിന്നെ പോളിനേഷന്റെ ടൈപ്സും വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ്, പക്ഷെ ക്വസ്റ്റ്യൻ എല്ലാം യെസ് അതിന്റെ എക്സാമ്പിൾസും കാര്യങ്ങളും എല്ലാം അത് ഓർത്തിരിക്കേണ്ടതാണ്, ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, പല ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാവുന്നതാണ്. പിന്നെ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് അതേപോലെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സീഡ് ആൻഡ് ഫ്രൂട്ട്
ഫുഡ് ഡെവലപ്മെന്റ് അങ്ങനെ എല്ലാ തവണ ചോദിക്കലില്ല. ചോദിക്കാറുണ്ട്. ഉണ്ട്. ഒരു ഫുൾ മാർക്ക് കംപ്ലീറ്റ് ആണെങ്കിൽ അത് പഠിക്കണം. അതെ, അത് പഠിക്കണം, അത് ഉറപ്പാണ്. പിന്നെ അപ്പോമിക്സിസും പോളിഎംബ്രിയോണി ഇതേപോലെ ചോദിക്കാറുള്ളതാണ്, എപ്പോഴും തന്നെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റൻ ആണ്. പിന്നെ പോളൻ വയബിലിറ്റി, സ്റ്റോറേജ്, ഈ സംഭവങ്ങൾ ലാസ്റ്റ് വരുന്ന കുറച്ച് ടോപ്പിക്, ലാസ്റ്റ് വരുന്നത് സിമ്പിൾ ആണ്, ബട്ട് സ്റ്റിൽ 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. യെസ്. പിന്നെ അടുത്തത് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്. എനിക്ക് പണ്ട് പ്ലസ് 2 പഠിക്കുമ്പോൾ ഭയങ്കര ടഫായിട്ട് തോന്നിയ ഒരു ചാപ്റ്റർ, കുറെ വലിയൊരു ചാപ്റ്റർ, വലിപ്പല്ല, പക്ഷെ കുറെ കോൺസെപ്റ്റ്സും മീൻസ് വലിയ ചാപ്റ്റർ ആണ്. പക്ഷെ ഇതിന്റെ അകത്ത് ഈ പറഞ്ഞ പോലെ കുറെ കോൺസെപ്റ്റ്സ് പഠിക്കാനുണ്ട്. ഇതും മറ്റേ സെക്ഷൽ റീപ്രൊഡക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ രണ്ട് ഏറ്റവും നന്നായിട്ട് പഠിക്കേണ്ട 2 ചാപ്റ്റർ. അതായത് ഇപ്പൊ ക്രിസ്മസ് എക്സാമിന് മാത്രമല്ല, മെയിൻ എക്സാമിന് എന്ത് പഠിച്ചാലും ചോദിക്കും. അതെ, എന്ത് പഠിച്ചാലും ചോദിക്കാൻ. അപ്പൊ ഇതിന്റെ അകത്ത് ടൂൾസ് ഓഫ് DNA ടെക്നോളജി വെരി ഇമ്പോർട്ടന്റ്. ഇതിൽ എല്ലാ കാര്യങ്ങളും, അതായത് റെസ്ട്രിക്ഷൻ എൻസൈംസ് ആവട്ടെ, ലിഗേസ് ആവട്ടെ, വെക്ടേഴ്സ് ഒക്കെ ഇതേപോലെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മീൻസ് കുറെ തവണ ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് അതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇതേപോലെ അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ സ്റ്റെപ്സ് ഓഫ് DNA ടെക്നോളജി അഗെയിൻ വെരി ഇമ്പോർട്ടന്റ്. ഇതിനകത്ത് ഓൾമോസ്റ്റ് ഇതെല്ലാം എല്ലാ തവണയും ചോദിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ കോമ്പിറ്റന്റ് സെൽ പ്രിപ്പറേഷൻ, അത് ഇറ്റ്സ് ഫൈൻ. പക്ഷെ ബയോ റിയാക്ടർ അതേപോലെ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ തവണയും ചോദിക്കുന്നതാണ്. പിന്നെ PCR പ്രിൻസിപ്പിൾ ആൻഡ് സ്റ്റെപ്സ് അഗെയിൻ വെരി ഇമ്പോർട്ടന്റ്. പിന്നെ ജെൽ ഇലക്ട്രോഫോറസിസ്, ഇതൊക്കെ ഇതിനകത്ത് ഈ പറഞ്ഞാൽ എന്ത് പഠിച്ചാലും ചോദിക്കും, എന്താണെങ്കിലും കിട്ടും. അപ്പൊ ഈ ചാപ്റ്റർ അതേപോലെ പഠിക്കണം. പിന്നെ മോളിക്കുലാർ സിസ്റ്റേഴ്സ്, ക്ലോണിംഗ് വെക്ടേഴ്സ്, ഇതെല്ലാം അഗെയിൻ വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പൊ ഇതിനകത്ത് ഇതൊന്നും മിസ് ചെയ്യാൻ പറ്റില്ല. പോയി അതെ, മെയിൻ സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് അത് രണ്ടും. പിന്നെ അടുത്താണ് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന അതില് ബീറ്റി കോട്ടൺ ആൻഡ് മെക്കാനിസം. ഓക്കെ, അത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ടോപ്പിക് ആണ്. ഇതിന്റെ ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അതെ, പിന്നെ ബട്ട് സ്റ്റിൽ ഇനി അടുത്തത് ജീൻ തെറാപ്പി, അത് ചോദിക്കാറുണ്ട്, എല്ലാ തവണയും ചോദിക്കുന്നതാണ്. പിന്നെ GMO എക്സാമ്പിൾസ്, നമ്മുടെ ഗോൾഡൻ റൈസ്, ഇൻസുലിൻ, ഈ കാര്യങ്ങളൊക്കെ അതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇൻസുലിനും ഈക്കോളി ബാക്ടീരിയയും കാര്യങ്ങളൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, ഫൈൻ. ഇനി മൂവിംഗ് ടു ബയോഫോർട്ടിഫിക്കേഷൻ. യെസ്, ബയോഫോർട്ടിഫിക്കേഷൻ. പിന്നെ എത്തിക്കൽ ഇഷ്യൂസ് ഞാൻ 2060 ബോട്ടണി എക്സാം എഴുതുമ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ. അതെ, ഇത് മീൻസ് ബയോഫോർട്ടിഫിക്കേഷനേക്കാൾ കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതാണ് എത്തിക്കൽ ഇഷ്യൂസ്, ബയോപൈറസി ഇഷ്യൂസും കാര്യങ്ങളെല്ലാം ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ. ഇതൊരു ഡ്രൈ ചാപ്റ്റർ ആയിട്ട് എനിക്ക് തോന്നാറ്. ഡ്രൈ ചാപ്റ്റർ ആണ്, പക്ഷെ നമുക്ക് സുഖമായിട്ട് പഠിച്ചെടുക്കാം. അതായത് അതിന് മാത്രം മറ്റേ ചാപ്റ്റേഴ്സ് പോലെ കോൺസെപ്റ്റ്സ് അത്രയില്ല. ആ ഒരു തവണ വായിച്ചു നോക്കിയാൽ തന്നെ റൈറ്റ്. അപ്പൊ അതിനകത്ത് അബയോട്ടിക് ഫാക്ടേഴ്സ്, ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു വരുന്ന കാര്യങ്ങളാണല്ലോ. സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്, സ്കോർ ചെയ്യാൻ എളുപ്പത്തിൽ പറ്റുന്ന ടോപ്പിക്സ് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ അഡാപ്റ്റേഷൻസ് ചോദിക്കാറുണ്ട്. അഡാപ്റ്റേഷൻസ് ഒക്കെ നമുക്ക് ഓർത്തെടുത്ത് എഴുതാൻ പറ്റുന്ന, മീൻസ് അതേപോലത്തെ ടോപ്പിക്സ് ഇതിനകത്ത് എല്ലാം ഉള്ളത്. പിന്നെ പോപ്പുലേഷൻ ഇന്ററാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കമൻസാലിസം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ടോപ്പിക് ആണ്. പിന്നെ പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സും ചോദിക്കാറുണ്ട്, നമ്മുടെ ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ഈ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ലോജിസ്റ്റിക് ആൻഡ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവ്സ്. അതെല്ലാ തവണയും ക്വസ്റ്റ്യൻ വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക് ആണ് ഈ ഒരു പെർട്ടിക്കുലർ ഗ്രോത്ത് കർവ്സ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മളുടെ ബോട്ടണി, സുവോളജി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റിക്ക് ഓൺ ദീസ് ടോപ്പിക്സ്. ഈ ടോപ്പിക്സ് പഠിക്കുക, തറവൊക്കെ ഉഷാറാക്കി പഠിക്കുക. അപ്പം ഇങ്ങനെയുള്ള മറ്റുള്ള വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. വീണ്ടും കാണാം. ബൈ.